ഹലോ മക്കളെ, അങ്ങനെ നമ്മുടെ ഓണം എക്സാമിലേക്ക് നമ്മളിത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 3 ദിവസമൊക്കെയാണ് നമ്മുടെ ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഓണം എക്സാമിന് ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ആണ് മിസ് പറയാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഏകദേശം ഒരാഴ്ച കൊണ്ടാണ് നമ്മുടെ കംപ്ലീറ്റ് പരീക്ഷകൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഓണം എക്സാമിൻ്റെ ടൈം ടേബിൾ എൻ്റെ മക്കളെ മിസ് ഒന്ന് കറക്റ്റായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എക്സാമിനറിൻ്റെ നമ്മുടെ 5ാം ക്ലാസ്സിൻ്റെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ ക്ലാസ്സുകളാണ് നമ്മുടെ എക്സാമിൻ്റെ തലേ ദിവസം ഉണ്ടാവാൻ പോകുന്നതെന്നൊക്കെ മിസ് പറഞ്ഞുതരാം. അപ്പോൾ ഈ നോട്ട് ചെയ്ത് വെക്കുക, ഓരോ ദിവസവും ഏതൊക്കെ ക്ലാസ്സുകളാണ് ഏതൊക്കെ സമയത്താണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒരു ക്ലാസ് പോലും മിസ്സാവില്ല. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മുടെ പരീക്ഷ നോക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് 13-ാം തീയതി വ്യാഴാഴ്ച നമ്മുടെ പരീക്ഷ തുടങ്ങും അല്ലേ. അപ്പോൾ ലാംഗ്വേജ് 1 ആണ്, നിങ്ങൾക്ക് രാവിലെയാണ് അധിക പരീക്ഷകളും ഉള്ളത്. പിന്നെ വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഇംഗ്ലീഷാണ്. പിന്നെ ശനി ഞായറും ലീവ് കഴിഞ്ഞ് തിങ്കളാഴ്ച എൻ്റെ മക്കൾക്ക് രാവിലെ സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷയാണ്. പിന്നെ ട്യൂസ്ഡേ 2 പരീക്ഷയുണ്ട്, രാവിലെ ബേസിക് സയൻസ്, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ആർട്സ് ആണ്. പിന്നെ വെനസ്ഡേ നിങ്ങൾക്ക് രാവിലെ മാത്സ് ആണ്. ആൻഡ് തേഴ്സ്ഡേയോട് കൂടിയിട്ടല്ലേ, ഒരു വ്യാഴാഴ്ച തുടങ്ങി അടുത്ത വ്യാഴാഴ്ച എൻ്റെ മക്കളുടെ പരീക്ഷ അവസാനിക്കും. പക്ഷെ അന്ന് 2 പരീക്ഷയുണ്ട്, രാവിലെ ഹിന്ദിയും ഉച്ചയ്ക്ക് ശേഷം മലയാളം സെക്കൻഡും ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 പരീക്ഷകൾ വരുന്ന സമയങ്ങൾ നമ്മളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അതിലിപ്പോൾ ആർട്സ് വരുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷേ ഹിന്ദിയും മലയാളവും വരുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതേ 11-ാം തീയതി മുതൽ തുടങ്ങാൻ വേണ്ടി പോവാണ്. 11-ാം തീയതി അതായത് ട്യൂസ്ഡേ, നാളെ മുതൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ ക്ലാസ് 5ൻ്റെ ചാനലിൽ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കറക്റ്റ് 7 മണിക്ക് എൻ്റെ മക്കൾക്ക് ഇംഗ്ലീഷിൻ്റെ കംപ്ലീറ്റ് റിവിഷൻ ഉണ്ടാകും. അപ്പോൾ നാളെ 7 മണിയാകുമ്പോൾ എൻ്റെ മക്കളെല്ലാവരും നമ്മുടെ എക്സാമിനറിൻ്റെ ക്ലാസ് 5ൻ്റെ ചാനലിൽ ഉണ്ടാവണം കേട്ടോ. കാരണം അതാ ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഇംഗ്ലീഷ് എക്സാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് റിവിഷൻ ആയിരിക്കും നാളെ വൈകിട്ട് 7 മണിക്ക്. അത് കഴിഞ്ഞ് ബുധനാഴ്ച നിങ്ങൾക്ക് 7 മണിക്ക് എന്താണ്, നമ്മുടെ ലാംഗ്വേജ് 1ൻ്റെ മാരത്തൺ ആയിരിക്കും. ഓക്കെ, അങ്ങനെ അടുത്ത ദിവസം തേഴ്സ്ഡേ എൻ്റെ കുട്ടികളെല്ലാവരും പോയിട്ട് മലയാളം ഫസ്റ്റ് നമ്മുടെ പരീക്ഷയൊക്കെ എഴുതിയിട്ട് വരും, ലാംഗ്വേജ് 1 ഒക്കെ എഴുതിയിട്ട് വരും. അതിനുശേഷം അന്ന് വൈകിട്ട് നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണ്ടേ. അപ്പോൾ അന്ന് വൈകിട്ട് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവ് ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ദിവസം എൻ്റെ മക്കൾ ഇംഗ്ലീഷ് എക്സാം ഒക്കെ എഴുതുന്നു. പിന്നെ നമുക്ക് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഉണ്ട്, ശനിയാഴ്ചയുണ്ട്, അതുപോലെ തന്നെ ഞായറാഴ്ച ഉണ്ട്. അതിൽ വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ബേസിക് സയൻസിൻ്റെ കംപ്ലീറ്റ് റിവിഷനായിട്ട് ബസ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നമ്മുടെ ചാനലിൽ വരിക. പിന്നെ ശനിയാഴ്ച നോക്കിക്കഴിഞ്ഞാൽ ശനിയാഴ്ച 7 മണിക്ക് സോഷ്യൽ സയൻസിൻ്റെ കംപ്ലീറ്റ് റിവിഷൻ, പിന്നെ ഞായറാഴ്ച 7 മണിക്ക് സോഷ്യൽ സയൻസിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ 2 ലൈവുകളാണ്. ശനിയും ഞായറും നമ്മൾ സോഷ്യൽ സയൻസ് സെറ്റാക്കാൻ പോവാം. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച എൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നു, സോഷ്യൽ സയൻസ് എക്സാം എഴുതുന്നു. തിങ്കളാഴ്ച വൈകിട്ട് നമ്മുടെ ബേസിക് സയൻസിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവായിട്ട് മിസ് വീണ്ടും വരും. അടുത്ത ദിവസം എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് ബേസിക് സയൻസ് എക്സാം എഴുതും. അത് കഴിഞ്ഞ് ട്യൂസ്ഡേ വൈകിട്ട് 7 മണിക്ക് മാത്സിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവ്. നെക്സ്റ്റ് ഡേ നമ്മൾ മാത്സ് എക്സാം തകർക്കും. പിന്നെ അടുത്ത ദിവസം അതായത് ബുധനാഴ്ച 19-ാം തീയതി പ്രത്യേകം ശ്രദ്ധിക്കുക, അന്ന് നമുക്ക് 2 ലൈവുകളുണ്ട് വൈകിട്ട്. അന്ന് വൈകിട്ട് നേരത്തെ വരണം, രാവിലെ പരീക്ഷയൊക്കെ കഴിയും. പിന്നെ നമുക്ക് 5 മണിക്ക് മലയാളം സെക്കൻഡിൻ്റെ മാരത്തണും 7 മണിക്ക് ഹിന്ദിയുടെ മാരത്തണും ഉണ്ടാകും. കാരണം അടുത്ത ദിവസം നമുക്ക് 2 പരീക്ഷകൾ ഉള്ളതുകൊണ്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ടൈം ടേബിളും അതുപോലെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളും വരുന്നത്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും നാളെ മുതൽ നമ്മുടെ എക്സാമിനറിൻ്റെ ചാനലിൽ 7 മണിക്ക് ഉണ്ടാവണം. ആൻഡ് ലാസ്റ്റ് ദിവസം അതായത് ബുധനാഴ്ച 19-ാം തീയതി 5 മണിക്കും ലൈവ് ഉണ്ട്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെ ഒക്കെ നോട്ട്സും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മിസ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക മക്കളെ. ഈ റിവിഷൻസും ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് ഒന്നും മിസ് ചെയ്യാതിരിക്കുക. ഇനി ഇതിലേതെങ്കിലും ചാപ്റ്റേഴ്സ് ഒന്നും എൻ്റെ കുട്ടികൾക്ക് അറിയില്ല എന്നാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് കണ്ട് സൂപ്പറായിട്ട് പഠിക്കുക. അപ്പോൾ നാളെ മുതൽ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, നമ്മുടെ ഓണം എക്സാം തകർക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മക്കൾ മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലും ഷെയർ ചെയ്യുക, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ.